ഹലോ എവ്രി വൺ. സോ നമ്മുടെ PSC 2026 സാധ്യതാ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 2025 നോട്ടിഫൈ ചെയ്ത എക്സാമുകളിൽ ഇനി നടക്കാനുള്ള എക്സാമുകളുടെ സാധ്യതാ കലണ്ടറാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് നമ്മുടെ 10th ലെവൽ പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മാസത്തോടു കൂടിയായിരിക്കും നമ്മുടെ 10th ലെവൽ പ്രിലിംസ് എക്സാം നടക്കാനുള്ള സാധ്യത നോക്കി. ജൂലൈ സെപ്റ്റംബർ മാസത്തോടു കൂടി നമ്മുടെ 10th ലെവൽ പ്രിലിംസ് എക്സാം വരാൻ പോവുകയാണ്. ഏതൊക്കെ എക്സാമുകളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കമ്പനി ബോർഡ് LGS എക്സാമും അതേപോലെ തന്നെ ബെവ്കോ LDCയും ഈ രണ്ട് എക്സാമുകളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രിലിംസ് എക്സാമിനോട് കൂടിയാണ്. അപ്പോൾ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം തന്നെ സെപ്റ്റംബറോട് കൂടി പ്രിലിംസ് എക്സാം അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഈ രണ്ട് എക്സാമുകളുടെയും മെയിൻസും ഉണ്ടാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സമയം വളരെ ചുരുക്കമാണ്. ഇപ്പോൾ ഒരു 5-6 മാസത്തിനുള്ളിൽ പ്രിലിംസ് വരും. അതോടൊപ്പം തന്നെ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് മെയിൻസും വരും. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതും ഒരു 10th ലെവൽ എക്സാം ആണ്. ഇതിന് പ്രിലിംസ് ഇല്ല, ഒറ്റ എക്സാം ആയിട്ടായിരിക്കും നടത്തുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് ഒരു അവസരമാണ്. ഒറ്റ എക്സാമിലൂടെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ്. പ്രിലിംസും മെയിൻസും എഴുതണ്ട. മറ്റ് രണ്ട് എക്സാമുകളാണ് കമ്പനി ബോർഡ് LGSും അതുപോലെ തന്നെ ബെവ്കോ LD ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഘട്ടങ്ങളിലായിട്ട് എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. പക്ഷെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റ എക്സാമോട് കൂടി തന്നെ നിങ്ങൾക്ക് സർവീസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതൊരു സെപ്റ്റംബർ നവംബറോട് കൂടി ആ ഒരു എക്സാം കാണും. അപ്പൊ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 10th ലെവൽ എക്സാമുകൾ ഇപ്പോൾ പ്രിലിംസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ എക്സാമുകളുടെ മെയിൻസ് വരും, പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമും വരും. ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരേ കാലയളവിലായിരിക്കും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് പഠിക്കേണ്ട കാര്യമില്ല. ഒന്നിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എല്ലാ എക്സാമുകൾക്കുമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒറ്റ എക്സാമിൽ ഫോക്കസ് ചെയ്യാതെ എല്ലാ എക്സാമുകൾക്കുമായിട്ട് ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാൽ, കാരണം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമുകളുടെ സിലബസ് ഏകദേശം സെയിം ആണ്. അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 എക്സാമുകളും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 12th ലെവലിൽ കുറച്ച് എക്സാംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം വരുന്നത് മെയ് ജൂലൈ സമയത്താണ്. അത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു സമയമാണ്. ഡിഗ്രി പ്രിലിംസ് നടക്കാനിരിക്കുന്നത് ആ ഒരു സമയത്താണ്. ആ ഒരു സമയത്ത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഈ എക്സാമുകളൊക്കെ തന്നെ എപ്പോഴാണ്? മെയ് ജൂലൈ സമയങ്ങളിലും അതേപോലെ തന്നെ ജൂൺ ഓഗസ്റ്റ് സമയങ്ങളിലുമായിട്ട് നടക്കാനിരിക്കുകയാണ്. സോ എക്സാമുകൾക്കെല്ലാം തന്നെ ഇപ്പൊ യൂണിഫോം പോസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ്, നമ്മുടെ ഇവിടെ തന്നെ എക്സ്ക്ലൂസീവ് യൂണിഫോം പോസ്റ്റുകൾക്കായിട്ടുള്ള കോഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര പാടുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്കായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് പഠിച്ചെടുക്കുക, സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ അവിടെ ഇവിടെയും പോയി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഇവിടെ ഓൾറെഡി നല്ല അധ്യാപകര്, ഇതിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് പക്ക അടിപൊളിയായിട്ട് എടുക്കുന്ന നമ്മുടെ എക്സ്പേർട്ടുകളായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഈ ടീച്ചേഴ്സ് നയിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ ഉടനെ ലോഞ്ച് ചെയ്യുന്നതാണ്. ഓൾറെഡി റെക്കോർഡഡ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു അവസരമാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ സ്വപ്ന ജോലിയായിട്ടുള്ള യൂണിഫോം പോസ്റ്റുകളിലേക്ക് എത്താൻ വേണ്ടി. ഇതേ ഒരു കാര്യം തന്നെയാണ് എനിക്ക് 10th ലെവലിൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളോടും പറയാനുള്ളത്. 10th ലെവൽ എക്സാംസ് എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യാൻ, പ്രിലിംസ് എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യാൻ വളരെ ഈസിയാണ്. എന്നാൽ പലപ്പോഴും പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ആളുകൾ മെയിൻസിലേക്ക് എത്തുമ്പോൾ ഒന്ന് പതറിപ്പോവാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് വരരുത്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ബാച്ചുകൾ നമ്മൾ 10th ലെവലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2026 എന്ന് പറയുന്നത് PSC ആസ്പിറൻസിനെ സംബന്ധിച്ച് എക്സാമുകളുടെ ഒരു ചാകര തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഒത്തിരി നാളായിട്ട് പഠിക്കുന്ന PSC ആസ്പിറൻസ് ഉണ്ടാവും, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും. എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ പല ഭാഗങ്ങളിൽ പോയി ഓരോന്നൊക്കെ നോക്കി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ PYQs ഒക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ഏത് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അത് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ തരുന്നുള്ളൂ. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാം ഈ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്ലിയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ എക്സാം കലണ്ടർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. ആ സമയത്തിൽ നമുക്ക് ജോലിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിപ്പറേഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇനി കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരിക
ആയിരിക്കും. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനുമായിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക.